ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ വലുതാക്കി പറയാണെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള അനുഭവമോ അല്ലെങ്കിൽ ചില കമന്റ്സിലല്ലേ, കമന്റ്സ് വായിക്കാറില്ല, ചില കമന്റ്സിൽ ബെച്ചുമായിട്ട് ഫാദറിനെ കുറിച്ചുള്ള മോശം രീതി അതൊന്നും ഒരിക്കലും പാടില്ല. കാരണം അവർക്ക് എന്തെങ്കിലും ദേഷ്യം എന്നെ കുറിച്ച് പറഞ്ഞു, എന്റെ വീട്ടുകാരെ കുറിച്ച് പറയേണ്ട ആവശ്യം എന്നാണ്. അത് വളരെ മോശം കാര്യമാണ്. എനിക്ക് പ്രോപ്പറായിട്ട് ഫാദർ മാത്രം ഒരാളാണെങ്കിൽ അങ്ങനെ ചെയ്തില്ല. അത്രയ്ക്ക് വൃത്തിയായിട്ട് കമന്റ്സിൽ ചെയ്യും. അത് വേറെ വെച്ചാൽ വേറെ ട്രോളൊന്നും കുഴപ്പമില്ല, ട്രോളൊക്കെ ഞാൻ എൻജോയ് ചെയ്യാം. കമന്റ്സ് ഇപ്പൊ വായിക്കാറില്ല. ഇപ്പൊ ആര് പറഞ്ഞു കമന്റ്സ് ഇടുന്ന അലൻ ജോസ് പെരേരയുടെ ആൾക്കാരാണ് അങ്ങനെ ന്യൂസ്. ഇപ്പം മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ഒരു റിവ്യൂ, ഇംഗ്ലീഷിൽ റിവ്യൂ പറയുന്നുണ്ട്. ഇനി അന്ന് പെരുമാറാൻ പോവാണ്. ഇനി പുള്ളിയിലൊപ്പം കൊടുക്കുന്നില്ല. പലതും പറഞ്ഞു എന്തിനാണ് കൊടുക്കുന്നത്. പുള്ളി വന്നത് ഞാൻ കൊണ്ടുവന്നതല്ല, പുള്ളി തന്നെ വന്നതാണ്. ഇപ്പൊ ക്രിസ്റ്റഫർ സിനിമയിൽ പുള്ളി തന്നെ റിവ്യൂ കൊടുത്തിട്ടാ വന്നത്, അല്ല ഞാൻ കൊണ്ടുവന്നതല്ല. ഇപ്പൊ എല്ലാവരും പറഞ്ഞു നിങ്ങൾ വളർത്തിയ ആള് നിങ്ങൾക്ക് എതിരെ. ഞാൻ വളർത്തുന്നുണ്ട്, അവന്റെ കഴിവ് കൊണ്ട് തന്നെ ഞാൻ വന്നത്. അവന്റെ ഈ വക്രതയിൽ വെച്ച് അവൻ ആ ക്രിസ്റ്റഫർ അവൻ സ്വന്തമായിട്ടാണ് റിവ്യൂ, ഞാൻ പറഞ്ഞതല്ല. ഈ കാസർഗോഡ് തന്നെ ഇവനെ കൊണ്ടുവന്നോ അവന്റെ ക്ലീൻ ആക്കാൻ. പക്ഷെ ഇവന് സ്വന്തമായിട്ടാ വന്നത്. ഞാൻ ഇടയ്ക്കൊരു പ്രൊമോട്ട് ചെയ്ത് മാത്രമേ. അല്ല, നമ്മളിപ്പോ ഒരു സിനിമ ഇറങ്ങുമ്പോ കുറെ നാളത് ഓടും, പിന്നെ അടുത്ത സിനിമ വരുമ്പം അത് മറക്കും. അപ്പൊ അതുപോലെയാണ് ഓരോ ആൾക്കാർ വരുന്നത്. ഞാൻ വന്നിട്ട് 2 വർഷമായി. 2 വർഷമായി. അപ്പൊ ഇപ്പോഴും ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ചെകുത്താണ് വന്നിട്ട് ഈ ലൈനിൽ വന്ന് 10 വർഷമായി. മമ്മൂക്കാരായിട്ട് കമ്പയർ ചെയ്യില്ല. അവർ വന്നിട്ട് 46 വർഷമായി. എങ്ങനെയല്ല എത്ര നാളുണ്ടാവും എനിക്കറിയില്ല. കുറച്ചേ ആൾക്കാർക്ക് മടുക്കും. സന്തോഷ് പണിക്കർ ഔട്ടായില്ലേ. ഇപ്പൊ റൂമർ കേൾക്കുന്നുണ്ട് പെരേരയായിട്ട് അധികം അങ്ങനെ. ഇന്നലെ ഒരുപാട് പേര് എന്നെ വിളിക്കണ്ടേ. പെരേര ആവശ്യമില്ലാതെ നടത്താനാ പറഞ്ഞത്. പുള്ളി എനിക്ക് സോറി മെസ്സേജ് അയച്ചു. അല്ല, ആ ഷോർട്ട് ഫിലിം ശരിക്കും എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഉണ്ടോ? ഷോർട്ട് ഫിലിം ഞാൻ 2-3 ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ ചെയ്തു. ഇപ്പൊ ഇത് എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇപ്പൊ ഞാൻ ചിലതെല്ലാം കുറച്ചൊരു എയറേറ്റതൊക്കെയാണ്. എങ്ങനെ വരുമെന്ന് അറിയില്ല. എനിക്ക് അങ്ങനെ ആക്ടിങ്ങിനോട് വലിയ പാഷൻ ഒന്നുമില്ല. അല്ല, അഭിനയിക്കാൻ ഇപ്പം ഇഷ്ടപ്പെട്ട ആവറേജ് ആക്ടിങ് ഉണ്ട്. പക്ഷെ എനിക്ക് അന്ന് ഭയങ്കര മെനക്കെട്ട പണിയാണ്. ഒരുപാട് സ്ട്രെയിൻ. ഇപ്പൊ ഫിലിം ആക്ടിങ് കുഴപ്പമില്ല, ഈ ഷോർട്ട് ഫിലിം ഷൂട്ടിങ് ഭയങ്കര മെനക്കെട്ട പണിയാണ്. അല്ല, ഷോർട്ട് ഫിലിം അങ്ങനെ പറയുമ്പോൾ ഷോർട്ട് ഫിലിമിൽ നിന്നൊക്കെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെ, ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് റീടേക്കും പലയിടത്ത് ഭയങ്കര സ്ട്രെയിനുള്ള പണിയാണ്. അല്ല, വേറൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം അലിന്റെ ഒരു ആൽബം ഇറങ്ങുന്നുണ്ടല്ലോ. അപ്പൊ ആൽബം ഇറങ്ങുമ്പോ അതിൽ അലിന് പകരം അഭിനയിക്കാൻ വിളിച്ചിരുന്നെങ്കിൽ പോവായിരുന്നോ? അല്ല, എനിക്ക് ഇങ്ങനെ ഷോർട്ട് ഫിലിം ഇങ്ങനത്തെ ചെയ്യാൻ താല്പര്യമില്ല. പിന്നെ ആൾക്കാരുടെ നിർബന്ധത്തിൽ ചെയ്യും, വലിയ താല്പര്യമില്ല. ആദ്യം ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചത് ആക്ടിങ് എന്താണ് ഡബിങ് എന്താണ് അറിയാൻ വേണ്ടിയാണ്. പിന്നെ എനിക്ക് താല്പര്യമില്ല, നിർബന്ധത്തിൽ ചെയ്യണം. എനിക്ക് അങ്ങനെ പ്രണവ് മോഹൻലാലിൽ അഭിനയിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാം. അതുപോലെ എനിക്ക് എന്റെ ഇൻട്രസ്റ്റ് എനിക്ക് സിനിമയിലെ റിവ്യൂ മാത്രമേ താല്പര്യമുള്ളൂ. റിവ്യൂ ആയിട്ട് മാത്രം താല്പര്യമുള്ളൂ. എനിക്ക് പറ്റിയത് തന്നെയാണ്. ആക്ടിങ് ഞാൻ വിചാരിച്ചു വളരെ മോശമാണ് വിചാരിച്ചു, പക്ഷെ അത്ര മോശമല്ല. പെരേരയുടെ ഇപ്പോഴത്തെ ആൽബം ഇല്ലേ, അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ? എനിക്ക് മനസ്സിലായില്ല എന്താ. ഭയങ്കര ലോ ബഡ്ജറ്റിലൊക്കെ ചെയ്തതാ. എല്ലാം ഷോർട്ട് ഫിലിം എല്ലാം ലോ ബഡ്ജറ്റ് ആണല്ലോ. അപ്പൊ ഇത് അഭിനയിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടണമില്ല. അങ്ങോട്ട് കൊടുക്കുകയാണ്, കാശ് അങ്ങോട്ട് കൊടുക്കുകയാണ്, ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. ഇപ്പത്തെ എന്റെ ബ്ലഡിനായിട്ടാണ് സിനിമയ്ക്ക് ഞാൻ അവിടെ അമ്പലപ്പുഴ വരെ ഞാൻ വണ്ടിയിൽ ചെലവെല്ലാം നടത്തും. നമുക്ക് ഇങ്ങോട്ട് പിന്നെ ഭയങ്കര സ്ട്രെയിനിൽ പണിയാവും. ഫിലിം ആക്കി പിന്നെ കുഴപ്പമില്ല. പല ആംഗിളിൽ എടുക്കുമ്പോ ഒരു ആംഗിൾ മാത്രം, ഒരു സീൻ റീടേക്ക് അല്ല, പല ആംഗിളിൽ എടുക്കണം. ഒരു സീൻ തന്നെ പലതാണ് ചെയ്യണം. അത് ഭയങ്കര ആവർത്തന വ്യവസ്ഥതയാണ്. മോഹൻലാലിനോടൊക്കെ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മോഹൻലാല് മഞ്ജു വാര്യർ അവരെ പിള്ളേർ അഭിനയിക്കാൻ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ? ഞാൻ ഇന്നാള് ബസൂക്കിയിൽ അഭിനയിച്ച് ഗൗതം മേനോനും സിദ്ധാർത്ഥ് ഭരതന്റെ ഒപ്പമാണ്. മമ്മൂക്കിയുടെ ഒപ്പം അഭിനയിക്കാൻ പേടിയാണ്, പുള്ളിയിൽ ഭയങ്കര ദേശക്കാരനൊക്കെയാണ്. പക്ഷെ ഇവരിൽ ഭയങ്കര ലെജൻസ് അല്ലേ, ഭയങ്കര ജീനിയസ് അല്ല, നമുക്കിനെ പിടിച്ചിരിക്കാൻ പറ്റുമോ? അല്ല, മമ്മൂക്കിനെയാണ് ഇഷ്ടം മോഹൻലാലിനെയാണ് ഇഷ്ടം? എനിക്ക് പ്രൊഫഷണലി ഇഷ്ടം മോഹൻലാലാണ്. വ്യക്തിപരമായിട്ട് മമ്മൂട്ടിയാണ്. പേഴ്സണൽ ലൈഫിൽ മമ്മൂട്ടിയാണുള്ളത്. വളരെ അച്ചടക്കമുള്ള ജീവിതവും ഫാമിലി ലൈഫിൽ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ലൈഫാണ്. പക്ഷെ പ്രൊഫഷണലി മോഹൻലാൽ തന്നെയാണ്. ജോലിയുടെ ഡെഡിക്കേഷനും ടാലന്റും മോഹൻലാൽ തന്നെയാണ് കൂടുതൽ.